ഹലോ ഗൈസ്, ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Q&A സെക്ഷനാണ്, അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ. അതിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റായി ഓരോരുത്തരും ചോദിച്ചതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവർക്കുള്ള സംശയത്തിനുള്ള നിവാരണം അവർക്ക് തന്നെ പേഴ്സണലായി കൊടുത്താൽ പോയത്. പക്ഷേ ഈ സംശയങ്ങൾ പൊതുവായിട്ടും, അതായത് നമുക്ക് ഓരോരുത്തർക്കും നിലവിലുള്ള ഓരോ സംശയങ്ങളും നമുക്ക് അറിയാത്തതും നമ്മൾ തെറ്റിദ്ധരിച്ചതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ Q&A സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ ഈ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യമാണ്, 100% ചാർജ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഇത് ചോദിച്ചിരിക്കുന്നത് സഫാ നാസർ എന്ന വ്യക്തിയാണ്. ഇതിനുള്ള ഉത്തരം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായ ഒരു ചോദ്യവും പക്ഷേ വളരെ ഗൗരവമേറിയതുമായ ഒരു ചോദ്യമാണ് ഇത്. നമ്മളെല്ലാവരും 100% ചാർജ് ഫോണിലാക്കുന്നവരായിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും 100% ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ കുറയുകയും അതുപോലെ തന്നെ 100% ചാർജ് ചെയ്ത ശേഷം 0% ചാർജിലേക്ക് പോയാൽ അത് ബാറ്ററി ലൈഫിൻ്റെ ദൈർഘ്യം ചുരുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും 10% മുതൽ 90% വരെയുള്ള ഇടയിൽ ചാർജ് നിലനിർത്താൻ ശ്രമിക്കുക. നമ്മുടെ ഈ സെക്ഷനിലെ അടുത്ത ചോദ്യമാണ്, ചാർജ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാവോ? ഇത് ചോദിച്ചിരിക്കുന്നത് ജാസിർ ഇബ്രാഹിം എന്ന ഒരു വ്യൂവറാണ്. തീർച്ചയായും നമ്മളെല്ലാം മനസ്സിൽ ചെറിയൊരു കുറ്റബോധത്തോടെയാണെങ്കിലും ചാർജിലിട്ട് ഫോൺ ധാരാളമായി യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്നാണ് നമ്മുടെ ജാസിർ ഇബ്രാഹിം എന്ന വ്യൂവർ ചോദിച്ചിരിക്കുന്നത്. ചാർജ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതേസമയം ചാർജിങ്ങിൽ ഉപയോഗിക്കാതിരുന്നാൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവുകയും ബാറ്ററി ചൂടാവുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഇതുമാത്രമാണ് ബാറ്ററി ചാർജിലിട്ട് യൂസ് ചെയ്താലുള്ള പ്രശ്നം. ഈ ലിസ്റ്റിലെ അടുത്ത ചോദ്യമാണ്, നെറ്റ് ഉപയോഗിക്കുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ട്, ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ? ഇത് ചോദിച്ചിരിക്കുന്നത് സ്നേഹ സുരേഷ് എന്ന വ്യക്തിയാണ്. ഇതിനായി നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണ്, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതിൽ നല്ലത് വൈഫൈ ആണ്. വൈഫൈ ഉപയോഗിച്ചാൽ പരമാവധി നമുക്ക് ചാർജ് സേവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് അവസരം ലഭിക്കുമ്പോഴെല്ലാം വൈഫൈ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ GPS, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ എന്നിവ ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തു വെക്കുക. ഇതും മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അടുത്ത ചോദ്യമാണ്, കാലപ്പഴക്കം കൊണ്ട് ബാറ്ററി ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളത്. ഇത് ചോദിച്ചിരിക്കുന്നത് സിനാനോപ്പി എന്ന നമ്മളൊരു സബ്സ്ക്രൈബറാണ്. തീർച്ചയായും കാലപ്പഴക്കം ബാറ്ററി ലൈഫിനെ നന്നായി ബാധിക്കും. കാലപ്പഴക്കത്തിനനുസരിച്ച് ബാറ്ററികളുടെ ശേഷി കുറയും. എല്ലാ ഇനം ബാറ്ററികളിലും ഇത് ദൃശ്യമാണ്, വ്യത്യസ്ത രീതിയിലായിരിക്കും എന്നു മാത്രം. ആദ്യകാലങ്ങളിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ നല്ലൊരു ശതമാനം വൈദ്യുതിയും സംഭരിക്കുന്ന ബാറ്ററികൾക്ക് കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് സംഭരണശേഷി കുറയുന്നു. ചാർജ് പെട്ടെന്ന് തീരുന്നതും ബാറ്ററി അധികമായി ചൂടാവുന്നതും ഇതുമൂലമാണ്. ഈ ലിസ്റ്റിലെ അടുത്ത ചോദ്യമാണ്, എന്താണ് ചാർജിങ് സൈക്കിൾ? ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ ജാസ്മിൻ എന്ന വ്യക്തിയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള മറുപടി, ബാറ്ററിയുടെ ആയുസ് പരിശോധിക്കുക ചാർജിങ് സൈക്കിളിൻ്റെ എണ്ണത്തിലാണ്. 0 മുതൽ 100% ചാർജ് ആകാനെടുക്കുന്ന സമയമാണ് ഒരു ചാർജിങ് സൈക്കിൾ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയും ബാക്കിയുണ്ട്. വാട്സപ്പിലൂടെ നമുക്ക് പേഴ്സണലായി ചാറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. ഈ ലിസ്റ്റിലെ ആദ്യത്തെ ചോദ്യമാണ്, ഫോണിന് എല്ലാ ചാർജറുകളും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ചോദിച്ച വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ലാത്തതിനാൽ നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതിനുള്ള മറുപടിയിലേക്ക് കടക്കാം. ഫോണിന് മറ്റ് ചാർജറുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നവയാണ് ഇപ്പോഴുള്ള പല സ്മാർട്ട് ഫോണുകളും. ഫോണുകൾ പെട്ടെന്ന് ചാർജ് ആകാൻ സഹായിക്കുന്ന ചാർജറുകൾ വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്.
പക്ഷേ ഫോണിൻ്റെ കമ്പനി നൽകുന്ന ചാർജർ മാത്രം ഉപയോഗിക്കുക. ഫോണിന് വേണ്ടതിൽ കൂടുതൽ വൈദ്യുതി പ്രയോഗിക്കുന്നത് ബാറ്ററിയെ എന്നേക്കുമായി തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഫോണുകളെല്ലാം ഓവർ ചാർജിങ് ചെറുക്കുന്നവയാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ലിസ്റ്റിലെ അടുത്ത ചോദ്യമാണ് വൈബ്രേഷനും നോട്ടിഫിക്കേഷനും ബാറ്ററിയെ ബാധിക്കുമോ എന്നുള്ളത്. ഇത് ചോദിച്ചിരിക്കുന്നത് വാട്സപ്പിലൂടെ ആയതിനാൽ നമുക്ക് പേര് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പേര് ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ മറുപടിയിലേക്ക് ഇറക്കാം. തീർച്ചയായും ബന്ധമുണ്ട്. വൈബ്രേഷനുകൾ ബാറ്ററി കൂടുതൽ ഉപയോഗിക്കുന്നതിന് കാരണമാകും. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഫോണിൽ വൈബ്രേഷൻ മോഡ് ഓൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുകളും ചെറിയ രീതിയിൽ ചാർജിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ചോദ്യം ചോദിച്ച അതേ വ്യക്തി തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളുടെ പേര് വ്യക്തമായിട്ടില്ല. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ചൂടും തണുപ്പും ബാറ്ററിയെ ബാധിക്കുമോ എന്ന സിമ്പിളായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. തീർച്ചയായും ചൂടും തണുപ്പും ബാറ്ററി ലൈഫിനെ സാരമായി തന്നെ ബാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ കാറിൻ്റെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ വിൻഡോ പോലെ അധികം ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഫോൺ വയ്ക്കുന്നതും അതുപോലെ തന്നെ തണുത്ത സ്ഥലങ്ങളിൽ ഫോൺ വയ്ക്കുന്നതും ബാറ്ററി ലൈഫ് കുറയ്ക്കാൻ കാരണമാവും. അതുപോലെ ചാർജിങ്ങിൽ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതും ഫോണിന് നല്ലതല്ല. അമിതമായി ചൂടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.